കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻ ദിനാചരണം നടന്നു. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്ര ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ സ്റ്റേറ്റ് കമ്മിറ്റി സെക്രട്ടറി വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. KSSPU തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ MV മധു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് EV ദശരഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ജയാനന്ദൻ, ജോസ്, ലോഹിതാക്ഷൻ, ജയപ്രകാശൻ, NFP സുരേഷ് കുമാർ, NR പ്രകാശൻ, TK ഹരിദാസ്, കൗസല്യ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് പെൻഷൻ ഭവൻ നിർമ്മാണ ഫണ്ടിലേക്ക് വാടനപ്പള്ളി യൂണിറ്റ് നിക്ഷേപ പദ്ധതിയിലൂടെ സമാഹരിച്ച 50,000 രൂപ ജില്ലാ പ്രസിഡന്റ് ദശരഥന് കൈമാറി. 4/79 ശേഷമുള്ളവരും 31/3/79 ശേഷമുള്ളവരെ പെൻഷൻ രണ്ടാക്കി തരംതിരിച്ചുകൊണ്ട് പെൻഷൻ അനുവദിക്കാൻ തുടങ്ങി. അതിനെതിരായിട്ടാണ് DS നഗാരെ എന്ന് പറയുന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ, സത്യേന്ദ്ര യാദവ് എന്ന് പറയുന്ന ഒരു നേവൽ ഉദ്യോഗസ്ഥൻ, അതോടൊപ്പം തന്നെ കോമൺ കോസ് എന്ന് പറയുന്ന ഒരു സംഘടന, അത് മൂന്നും കൂടി സുപ്രീം കോടതിയിൽ ഒരു അപേക്ഷ നൽകുകയും അങ്ങനെ നീണ്ടുനിന്ന ഒരു നിയമയുദ്ധങ്ങൾക്ക് ശേഷമാണ് 1982 ഡിസംബർ 17 നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ ഒരു അവകാശമാണെന്ന് പറഞ്ഞു. 83 മുതൽ ഡിസംബർ 17 പെൻഷൻ ദിനമായി ആചരിക്കാറുണ്ട്. അന്ന് പ്രത്യേകിച്ച് അതിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ ഇങ്ങനെ അതിനൊരു പ്രസക്തി വരാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ 2002 AP വാജ്പേയി ഇന്ത്യൻ പ്രധാനമന്ത്രിയായ സമയത്ത് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന യശ്വന്ത് സിൻഹ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു, സർക്കാർ അന്ന് കേന്ദ്ര ഗവൺമെന്റാണ് ഉദ്ദേശിച്ചത്, പിന്നെയാണ് സംസ്ഥാനത്ത് വരുന്നത്, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരുടെ പെൻഷൻ ലയബിലിറ്റി GDP-യുടെ 1%